അല്ല കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വേറെ ഇളകും. അപ്പൊ ഇതെന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മല്. ഗ്യാസുമ്മത്തെ ഒച്ച ഇട്ടാണ്ട് ഇവള് വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോടെ ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട, അതിനൊരു കുയിണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു. 75 വയസ്സുള്ള ശാന്ത എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അവരുടെ മരുമകളായ 30 വയസ്സുള്ള രജിത എന്ന് പറയുന്ന മരുമകളെ വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് റൂമിലിട്ട് വെട്ടിയിട്ട് അവരുടെ ശരീരം രക്തത്തിൽ കുളിച്ച് അവർ മരണത്തിന് കീഴടങ്ങി എന്നൊരു വാർത്ത. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇവർ തമ്മിൽ ഒരു ചായ കൊടുക്കാത്തതിൻ്റെ പേരിലല്ല ആ 75 വയസ്സുള്ള ആ ഒരു അമ്മായിമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മരുമകളെ ഇത്ര ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന്. അതിൻ്റെ കൃത്യമായ ഒരു വസ്തുത വിവരിക്കുന്ന ഒരു വോയിസ് കേൾക്കാൻ കഴിഞ്ഞു. ഞാനതിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ല കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വേറെ ഇളകും. അപ്പൊ ഇതെന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മല്. ഗ്യാസുമ്മത്തെ ഒച്ച ഇട്ടാണ്ട് ഇവള് വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോടെ ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട, അതിനൊരു കുയിണ്ട്. അപ്പോൾ ഈ തള്ളേനോട് അങ്ങനെ കാട്ടിയാണ്ട് ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കണ സാധനം ഓള് പൂട്ടി വെച്ച് മേലേക്ക് എത്താത്തോടത്ത് വെച്ചതിന്. എന്നിട്ട് ഓള് പോയി കടന്നു. അതിൽ ഇത് പ്രശ്നം ഉണ്ടാക്കണ്ട വെച്ച് റൂം പോയി കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് വിറയലിളകി. ഫുഡ് കഴിക്കഴിഞ്ഞിട്ടേ ഒരു ചായ വെള്ളമെങ്കിലും മധുരട്ട് കുടിച്ചാൽ അതിന് നിൽക്കും എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഇതിന് ഭക്ഷണം കിട്ടാത്തൊരു ദേഷ്യവും സങ്കടവും ഇത്രയും കാലം അടക്കി പിടിച്ച് കൊണ്ട് നടന്നൊരിതും ഒക്കെപ്പാടെ അത് 2 ദിവസം മുന്നേ കാച്ചി വെച്ചിരുന്നു കത്തി. അത് എടുത്താണ്ട് ഓളവിടെ ഉറങ്ങി കിടക്കുന്ന റൂം ഉണ്ട് ഞങ്ങള്. അവിടെ പോയിട്ട് വെട്ടിയത് കറച്ചിക്കാണ്. മൂന്തേമ കൂടി കഴുത്തു കൂടി ഒക്കെ വെട്ടാണ്. നീച്ച് പാഞ്ഞിട്ട് അപ്പൊക്കൊക്കെ ചോര കണ്ടില്ല പോയത്, ആകെ വെട്ടിക്കണ്. ഏറ്റവും വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ തോന്നുന്നത് ആ രജിതയുടെ മക്കളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അവരെ ആലോചിക്കുമ്പോഴാണ്. ആ ഒരു രജിതയുടെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുമാണ്. കാരണം ഒരാൾക്ക് ഭാര്യയെ നഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് സ്വന്തം മാതാവിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് ആ മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വേദന, പ്രയാസം എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം, ആ ദേഷ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ 2 വ്യക്തികളുടെ ജീവിതവും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ആ ഒരു കാര്യത്തിനെ ഓർത്തിട്ട് വിലപിക്കുക എന്നല്ലാതെ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ ഈ 2 വ്യക്തികൾക്കും കഴിയൂല. ഒരാൾ മരണത്തിന് കീഴടങ്ങി, മറ്റാളാകട്ടെ ജയിലിലേക്ക് പോവുകയും ചെയ്തു. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തോ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് എന്ന്. ഇന്ന് വേറെ ഒരു വാർത്ത കേട്ടു, മകൻ പിതാവിനെ തല്ലിക്കൊന്നു എന്ന ഒരു വാർത്ത. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും കൊലപാതകങ്ങളുടെ കേസുകളാണ്. എന്താണ് കാരണം? കുടുംബ കലഹമാണ്. കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പല ആളുകൾക്കും അറിയൂല. ഒരുപാട് ആളുകൾ കല്യാണം എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിലേക്ക് പെടുന്നനെ എടുത്ത് ചാടുന്നതിൻ്റെ മുമ്പ് വിവാഹ ജീവിതം എന്താണ് എന്ന് പഠിക്കുകയോ മനസ്സിലാക്കുകയോ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് മകളെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കുമ്പോൾ ഭാര്യ മാതാവിനോട്, ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കൃത്യമായിട്ട് ഉമ്മമാരല്ലെങ്കിൽ അമ്മമാർ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പല അമ്മമാരും മരുമക്കളോട് മോശമായിട്ട് പെരുമാറുന്നത്. അതായത് മരുമക്കൾ എത്രത്തോളം അമ്മയെ സ്നേഹിക്കാൻ നോക്കിയാലും അവർ വഴങ്ങാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ അവരുടെ അമ്മമാർ ഇവരെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുന്നപ്പോൾ
നിഷ്ഠൂരമായിട്ട് ഇവരെ പീഡിപ്പിച്ചു മാനസികമായിട്ട്. അത് ഇവർ ആവർത്തിക്കുകയാണ് തൻ്റെ മക്കളുടെ ഭാര്യമാരോട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവുമാണ്. അങ്ങനെയുള്ള അമ്മമാരോട് ഒരു തരത്തിലും എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരു കാര്യവും അവർ ഉൾക്കൊള്ളൂല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈനസ് എന്ന് പറയുന്നത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു കഥയാണ്. ഒരു മരുമകളെ അമ്മായിയമ്മ ഒരു വിധത്തിലും ഒരു സമാധാനവും അവർക്ക് കൊടുക്കുന്നില്ല. അവസാനം ഈ അമ്മായിയമ്മയെ കൊല്ലുക എന്നുള്ള ഒരു രീതിയിലേക്ക് മരുമകൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഒരാളും ഇതൊരു കൊലപാതകമാണ് എന്നറിയാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറഞ്ഞു. അയാളോട് പറഞ്ഞു, അമ്മായിയമ്മയെ കൊല്ലണം, പക്ഷെ ഒരാളും അതൊരു കൊലപാതകമാണ് എന്നറിയാൻ പാടില്ല എന്ന്. അങ്ങനെ ഇയാൾ ഈ ഒരു ഭാര്യൻ്റെ കൂടെ നിൽക്കുകയാണ്. അയാൾ എന്നിട്ട് ഒരു ഗുളിക കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇത് അമ്മായിയമ്മയെ കൊണ്ട് കുടിപ്പിക്കുക എന്ന്. അപ്പോൾ ആ ഭാര്യ പറഞ്ഞു, ഞാൻ ഇതവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവരൊരിക്കലും കുടിക്കൂല എന്ന്. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിതൊരു ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് സ്നേഹത്തോടെ നിങ്ങളത് അവർക്ക് കൊടുക്കുക, അപ്പോൾ അത് അവർ കുടിക്കുമെന്ന്. അങ്ങനെ കൊടുത്തു, അവരത് കുടിച്ചു. ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് മരുമകൾ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ അമ്മായിയമ്മയ്ക്ക് ഈ മരുമകളോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറാൻ തുടങ്ങി. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റമായി അമ്മായിയമ്മയുടെ സ്വഭാവം മാറിയപ്പോൾ ഈ ഒരു ഭാര്യയ്ക്ക് വല്ലാത്ത വേദനയും പ്രയാസവും മാനസികമായിട്ട്, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണല്ലോ ഞാൻ കൊല്ലാനായിട്ട് നോക്കിയത് എന്നുള്ള പ്രയാസം അവരെ മാനസികമായിട്ട് അലറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ വൈദ്യൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഭാര്യ പറയാണ്, അവർ മരിക്കാൻ എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല, എനിക്ക് അവരോടൊരു ദേഷ്യവും പരിഭവവും വിദ്വേഷവും ഒന്നുമില്ല, അവരെന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് അവർക്കൊന്നും സംഭവിക്കൂല എന്ന്. അപ്പോൾ ഈ ഒരു ഭാര്യ അതിശയത്തോടു കൂടി ആ മനുഷ്യനോട് പറയാണ്, നിങ്ങളെന്താ പറയുന്നത്? അവരെ കൊല്ലാനുള്ള മരുന്ന് ഞാനല്ലേ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നൽകിയതൊരു വിറ്റാമിൻ്റെ ഗുളികയാണ്. ആ വിറ്റാമിൻ്റെ ഗുളിക അവർ കുടിക്കുന്നതിനനുസരിച്ച് അവർക്കതിൻ്റെ ഗുണം ശരീരത്തിനുണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളുടെ അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്നേഹമില്ലായ്മയിൽ നിന്നാണ് ആ ഒരു പ്രശ്നങ്ങൾ മുഴുവനും ഉളവാകുന്നത്. നിങ്ങൾ മനസ്സറിഞ്ഞ് അവരെ സ്നേഹിച്ചപ്പോൾ, അവർക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യമായപ്പോൾ അവർ നിങ്ങളോടും തിരിച്ച് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആ സ്നേഹം കണ്ടപ്പോൾ നിങ്ങൾക്ക് അവർ പ്രിയപ്പെട്ടവരായി മാറി. ആ പ്രിയപ്പെട്ടവരായി മാറിയത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് അവർ മരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭാര്യ ചിന്തിച്ച് പോവുകയാണ്, ആ പറഞ്ഞത് ശരിയല്ലേ എന്ന്. കാരണം സ്നേഹം അവർ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൈമാറിയപ്പോൾ അതിങ്ങോട്ടും വരാൻ തുടങ്ങി. എല്ലാ മനസ്സുകളും സ്നേഹം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സ്നേഹം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ മാത്രം മതി. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.